മറ്റൊരു ടെസ്റ്റ് വർക്ക് വീഡിയോ തന്നെയാണ്. ഇന്നത്തെ ടെസ്റ്റ് വർക്കിന് 2 വാഹനമുണ്ട്. അതിലെ ഒരു വാഹനമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതുൽ എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ഈ വാഹനം ഒരുപാട് ഇറങ്ങിയിട്ടുള്ള വാഹനമല്ല. ഇതിലേക്കൂടെ പുതിയതായിട്ട് വീഡിയോ കണ്ടുപിടിക്കുന്നവരെല്ലാം ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫുള്ളൊന്ന് കാണാൻ ശ്രമിക്കുക. ചാനൽ മറക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ പുണ്ടൂർ ഭാഗത്ത് ഇപ്പോഴത്തെ ടെസ്റ്റ് വർക്ക് നടക്കുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണിക്കുന്ന 2 വാഹനങ്ങളാണ് നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള വാഹനങ്ങൾ. ബജാജിൻ്റെ കോമ്പാക്റ്റ് 2014, പിന്നുള്ളത് അതുൽ എന്ന് പറയുന്ന വാഹനമാണ്. അത് 2012 നമുക്കിന്ന് ടെസ്റ്റ് വർക്കിന് വാഹനം കാണിക്കേണ്ടത് പുനലൂരാണ്. പുനലൂർ ടെസ്റ്റ് വർക്കിന് വേണ്ടി അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പം കാണിക്കുന്നത് അതുൽ എന്ന് പറയുന്ന വാഹനമാണ് ഞാൻ ടെസ്റ്റ് വർക്കിന് കൊണ്ടുപോകുന്ന വാഹനം. ഇതുകൂടാതെ ബജാജിൻ്റെ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു വാഹനം കൂടെ വരാനുണ്ട്. ഇന്ന് ടെസ്റ്റ് വർക്കിനുള്ള വാഹനമാണ് ഇപ്പം കാണിക്കുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള അപ്പോൾസറിയും അതുപോലെ തന്നെ നല്ല പെയിൻറ്റുമാണ് വാഹനത്തിന് കിടക്കുന്നത്. ഇപ്പോൾ എളമ്പലം എന്ന് പറയുന്ന സ്ഥലത്തായിട്ടുണ്ട്. നമുക്ക് പുല്ലൂർ ചെമ്മന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകേണ്ടത്. നമ്മളിനി ഓഫീസിൽ കയറി ഓഫീസിൽ നിന്ന് പേപ്പറൊക്കെ അടച്ചത് വാങ്ങിച്ചിട്ടാണ് ടെസ്റ്റ് വർക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. രണ്ട് വാഹനങ്ങളും ഒരു വട്ടം കാണിച്ചു. ഇനി രണ്ടാമത് ഒരു വട്ടം കൂടെ വന്നിട്ട് ഒപ്പൊക്കെ ഇട്ടാലേ നമുക്ക് തിരിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ടെസ്റ്റ് വർക്കിനെ കാണിക്കാൻ കൊണ്ടുവന്ന 2 വാഹനത്തിൻ്റെ ബുക്കാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. 2 വാഹനങ്ങളും ഇതാണ്. ഞാനിന്ന് കൊണ്ടുവന്ന വാഹനത്തിന് ചേസ് നമ്പർ എവിടെ, എഞ്ചിൻ നമ്പർ എവിടെ എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ആൽഫയുടെ ചേസ് നമ്പർ വരുന്ന പോലല്ല ഇതിൻ്റെ ചേസ് നമ്പർ വരുന്നത്. 2012 മോഡൽ വാഹനത്തിൻ്റെ ചേസ് നമ്പർ എവിടെ വരുന്നതെന്നാണ് കാണിക്കുന്നത്. അതായത് വലത്ത് സൈഡ്, വണ്ടിയുടെ വലത്ത് സൈഡ് ആക്സിലേറ്റർ വരുന്ന ഭാഗത്ത്. സാധാരണ ആൽഫയുടെയൊക്കെ ഇവിടെയാണ് വരുന്നത്. ഫ്ലാറ്റിൻ്റെ തൊട്ട് മേളിൽ ചേസിൻ്റെ ഭാഗത്താണ് ചേസ് നമ്പർ വരുന്നത്. പക്ഷേ എന്നാൽ ഈ അതുൽ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ അങ്ങനല്ല വരുന്നത്. ഇതിൻ്റെ വലത്ത് സൈഡ് ഡാഷ്ബോർഡിൻ്റെ തൊട്ട് താഴെയാണ്, വലത്ത് സൈഡ് തന്നെയാണ് വരുന്നത്. പിൻ നമ്പർ വരുന്നത് ആൽഫയുടെയും കൂട്ട് തന്നെ ബാക്ക് ബമ്പറിൻ്റെ അടുത്തുനിന്ന് ആ നെറ്റിൻ്റെ അടുത്തുനിന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാം. ഇതിൻ്റെ എൻജിൻ നമ്പർ 826 93 എന്നാണ് എഴുതിയിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് കാണാം. വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്, അതുകൊണ്ടാണ് വൈബ്രേഷൻ ആയതുകൊണ്ടാണ് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്തത്. ഇതെന്ന് പറയുന്ന വാഹനം ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടിയാണ് എൻജിൻ നമ്പറും ചേസ് നമ്പറും ഒക്കെ എവിടെയൊക്കെയാണ് വരുന്നതെന്ന് കാണിച്ചത്. ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എൻജിൻ നമ്പർ എവിടെ, ചേസ് നമ്പർ എവിടെയെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം.